ഉമ്മ പ്രായം ചെന്നുപോയി, ഉപ്പ പ്രായം ചെന്നുപോയി, അവർ ഓർമ്മക്കുറവായി പോയി, അവർ കിടക്കുന്ന കിടക്കയിൽ കിടന്നു മൂത്രിക്കുകയും കാറ്റുകയും ചെയ്യുന്ന കോലമായി പോയി. അതുകൊണ്ട് മക്കൾ അക്ഷമരാകുന്ന ഒരു സമയം അതാണെന്ന് പടച്ചവനറിയാം. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ആ ഒരു സമയമായാൽ പലതും നിങ്ങൾക്ക് പറയാൻ തോന്നും, പക്ഷേ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന വാക്ക് പോലും അവരോട് പറയല്ലേ. വഖുൽ ലഹുമാ വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്, അവരോട് നിങ്ങൾ എതിർത്തു സംസാരിക്കരുത്, അവരോട് നിങ്ങൾ കയർത്ത് പെരുമാറരുത്. മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് പിന്നെ പറയേണ്ടത്? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നല്ല മാന്യതയുള്ള സംസാരം. മാത്രമല്ല, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം. മാത്രമല്ല, വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന്റെ ഘടന പോലും പെട്ടെന്ന് പറയാ, പ്രാർത്ഥിക്കുന്നതിന്റെ ഘടന പോലും, മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ പദപ്രയോഗത്തിന്റെ ശൈലി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തി. നിസ്കാരത്തെ കുറിച്ച് ഇത്ര വിശദീകരിച്ചിട്ടില്ല, നോമ്പിനെ കുറിച്ച് ഇത്ര വിശദീകരിച്ചിട്ടില്ല. സൂചനകളാണ്, വിശദീകരണം ഹദീസാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർത്തീകരണം ഇമാമിങ്ങളുടെ കിതാബുകളിലാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ കടമയും കടപ്പാടും പറഞ്ഞ മാതാപിതാക്കൾ, ആ ഉമ്മയോട് ഉപ്പയോട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇഷ്ടം കൂടിപ്പോയാൽ, ഇത്ര വലിയ കടമ പറഞ്ഞ ഉമ്മയോട് ഉപ്പയോട് ഹബീബിനേക്കാൾ ഇഷ്ടം കൂടിപ്പോയാൽ എന്തു സംഭവിക്കും? എന്ത് സംഭവിക്കും? ആ തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ. അതാ ഞാൻ പറഞ്ഞത്, വലിയ കർശനമായ നിലപാടാണ് അല്ലാഹുവിന്. ഹബീബായ പ്രവാചകനോളം ആരെയും പ്രണയിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, ഖൽബിൽ വെളിച്ചം പോലും അല്ലാഹു കൊടുക്കൂല. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും, അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളുണ്ടല്ലോ, രാവുകളെ പകലാക്കി തരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾ, നിങ്ങളുടെ പ്രാണപ്രയസി, നിങ്ങളുടെ വല്ലഭൻ, അതുപോലെ ഹൃദയത്തിന്റെ കഷ്ണങ്ങളാകുന്ന നിങ്ങളുടെ മക്കൾ, അതുപോലെ നഷ്ടം വന്നു പോകുമോ? തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം. ആരാ പറയുന്നത്? അല്ലാഹുവാണ്, പടച്ചവനാണ് പറയുന്നത് ഖുർആനിൽ. മാത്രമല്ല, വമസാകിന തർലൗനഹാ, നിങ്ങൾ വളരെ തൃപ്തികരമായി പാർക്കുന്ന നിങ്ങളുടെ പാർപ്പിടമുണ്ടല്ലോ, വീടുണ്ടല്ലോ, ഈ പറയപ്പെട്ടവരും പറയപ്പെട്ടതും അല്ലാഹു പറയുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെക്കാളും ഹബീബായ പ്രവാചകനെക്കാളും ഇവരോട്, ഈ വസ്തുക്കളോട് ആർക്കെങ്കിലും ഇഷ്ടം കൂടി പോയാൽ പടച്ച തമ്പുരാൻ അതിന്റെ അവസാന ഭാഗം പറയുകയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ആ തെമ്മാടികൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ചിന്തിക്കുന്നത് ഇതാർക്കെങ്കിലും ഭൗതിക ലാഭത്തിനല്ല. ഒരു റബീഉൽ അവ്വലാകുമ്പോ ഇത്ര ആവേശവും അല്ലാത്ത സമയത്തും ഹബീബിനോടുള്ള പ്രണയത്തിന്റെ ഗൗരവവും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ മുഴുവനും ഏതെങ്കിലും ഉൽപ്പതിഷ്ണുക്കളായ പുത്തൻവാദികൾ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ മൗലിദിന്റെ സദസ്സുകളും ഘോഷയാത്രകളും സംഘടിപ്പിക്കുമ്പോൾ ചില ഉൽപ്പതിഷ്ണുക്കൾ പറയാറുണ്ടായിരുന്നു, ഇത് കേരളത്തിലുള്ള മൊയ്ലിയന്മാർക്ക് വയറ്റിപ്പഴപ്പിനാണ്. ഇപ്പൊ നോക്കുമ്പോ ഫേസ്ബുക്കും വാട്സാപ്പും നെറ്റ്വർക്കും സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങോട്ട് സജീവമായി. പിന്നെ ആ കള്ളം പറയാൻ നിവൃത്തിയില്ലാതെ വന്നു. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പാശ്ചാത്യ നാടുകളിൽ പോലും, അമേരിക്കൻ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ നാടുകളിൽ പോലും ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്റർനാഷണൽ മൗലിദിന്റെ സദസ്സുകൾ ലോകമാസകലം ലൈവായിട്ട് കാണാൻ തുടങ്ങിയപ്പോ പിന്നെ ഈ പറയപ്പെട്ട പഹയന്മാരൊക്കെ മാളത്തിൽ ഒളിച്ചുപോയി. അത് കേൾക്കാനില്ല.
കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സമയത്ത് നമ്മളെ സംശയാലുക്കളാക്കിയിരുന്നു. നമ്മുടെ ഈമാനിനെ കവർന്നെടുക്കാൻ കടന്നു വന്നിരുന്നു. അള്ളാഹു അവരെ തൊട്ട് അള്ളാഹു നമ്മുടെ ഈമാനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ഗൗരവമാണ് അള്ളാഹുവിന്, എത്ര ഗൗരവമാണ്. എന്റെ ഹബീബിനെക്കാളും നിങ്ങൾ ഏതെങ്കിലും ആളിനോട് വസ്തുവിനോട് ഇഷ്ടം കൂടി പോയാൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഇല്ല, അത്യമ്മാടികളെ അള്ളാഹു പരിഗണിക്കൂല എന്ന് വിശുദ്ധമായ ഖുർആനിൽ വളരെ സ്പഷ്ടമായി നസ്വായി പറയുകയാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര പവറാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ. ഏത് പ്രവാചകന്മാരെ പരിശോധിച്ചു, ഏത് പ്രവാചകന്മാരെ? മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന് സ്വലാത്തിന്റെ ദിവസമാണ്, ഇന്ന് സ്വലാത്തിന്റെ ദിവസമാണ്. ഇന്ന് നമുക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഹബീബിന്റെ ചാരത്ത് കൊണ്ടുപോകാൻ ഒരു പിടി ഇഖ്ലാസുള്ള സ്വലാത്തുമായിട്ട് വേണം ഈ സദസ്സിൽ നിന്ന് സ്വലാത്ത് ചൊല്ലി കടന്നു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ളത്. വലിയ മുതലാണ്, മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ച് പ്രവാചകനെ കുറിച്ച് പ്രണയം പരാമർശിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിന് പവറും തിളക്കവും കൂടുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്ത ലക്ഷത്തിൽ പരം വരുന്ന 1,23,999 പ്രവാചകന്മാരുടെ, വളരെ പ്രമുഖരായ ചില പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഏത് പ്രവാചകന്മാരെ നോക്കിയാലും അവർ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ്, അവരൊരു പ്രവിശ്യയിലേക്ക് മാത്രമാണ്, അവരൊരു പ്രദേശത്തിലേക്ക് മാത്രമാണ്, അവരേതെങ്കിലും ഒരു പരിമിതമായ സൗകര്യത്തിലേക്ക് മാത്രമാണ്, ഒരു സമൂഹത്തിലേക്ക് മാത്രമാണ്. ഏത് പ്രവാചകന്മാരെ നോക്കിയാലും കടന്നു പോകാം പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ വളരെ വ്യക്തമായി അല്ലാഹു പറയുകയാണ്, വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക്, ആദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. ആദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. സഹോദരങ്ങളെ, ഇറമു പട്ടണത്തിലാണ്. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക്. വഇലാ മദിയന അഖാഹും ശുഐബാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മദിയനിലേക്ക്. വഅർസൽനാ നൂഹൻ ഇലാ ഖൗമി. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്റെ സമൂഹത്തിലേക്ക്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും പരിമിതികളും പ്രദേശങ്ങളും സമൂഹവും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടമ്പാറിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, അനുരാഗികളുടെ മനതലങ്ങളിൽ നിന്ന് മദീനയുടെ മണൽ പരപ്പ് അനുരാഗത്തിന്റെ അനന്തകോടി അശ്രുഗണങ്ങളാൽ അനുഗ്രഹീതമായ പുണ്യ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് നമ്മുടെ സ്വലാത്തിന്റെ വീതികളെ മന്ദമാരുതൻ കൊണ്ടുപോകട്ടെ. ഹബീബായ പ്രവാചകൻ നമ്മുടെ സദസ്സിനെ കാണട്ടെ. ഹബീബായ പ്രവാചകൻ നമ്മുടെ സ്വലാത്തിനെ കേൾക്കട്ടെ. ഹബീബായ പ്രവാചകൻ നമ്മുടെ അനുരാഗത്തെ അറിയട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ അല്ലാഹു പറഞ്ഞ പരാമർശം എന്താണ്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രവിശ്യയിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് മാത്രമല്ല. പടച്ച തമ്പുരാന് പറയുകയാണ്, എൻ്റെ ഹബീബ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കറുത്തവനല്ല, വെളുത്തവനല്ല, പാവപ്പെട്ടവനല്ല, പണക്കാരനല്ല, പാശ്ചാത്യനല്ല, പൗരത്യനല്ല, അറബിക്കല്ല, അനറബിക്കല്ല, തൊഴിലാളിക്കല്ല, മുതലാളിക്കല്ല, അടിമക്കല്ല, ഉടമക്കല്ല. മനുഷ്യ വിഭാഗത്തിന് മാത്രമല്ല, മലക്ക് വിഭാഗത്തിന് മാത്രമല്ല, ജിന്ന് വിഭാഗത്തിന് മാത്രമല്ല, ഇഹലോകത്തിന് മാത്രമല്ല, പരലോകത്തിന് മാത്രമല്ല. അല്ലാഹു എന്തെല്ലാം പടപ്പുകളെ സൃഷ്ടിച്ചുവോ അതിന് മുഴുവനും റബ്ബിന്റെ റസൂൽ റഹ്മത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിനേക്കാളും വലിയ പവർ എന്താ കൊടുക്കുക?
ഇതിനേക്കാളും പ്രവാചകൻ അല്ലാഹു എന്താ കൊടുക്കുന്നത് ചിന്തിച്ചോ മനുഷ്യന്മാരെ. ഹബീബിനോടുള്ള മതിപ്പിൽ കൂടാതെ ഒരു രക്ഷയുണ്ടാവില്ല. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഹബീബിനോടുള്ള മതിപ്പ് നോക്കിയിട്ടാണ് അള്ളാഹു പോയിന്റ് ഇടുന്നത്. അള്ളാഹു മതിപ്പ് തരട്ടെ. ആ ഒരു കവാടത്തിലൂടെ അല്ലാതെ അള്ളാഹു എന്ന ഗേഹത്തിലേക്ക് കടക്കാൻ ഒരൊറ്റ കവാടവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. മുസ്തഫ ജാനെ റഹ്മത്ത് കോ റഹ്മത്ത് പേ ലാഖോ സലാം, ശംഅ ബസ് മേ ഹിദായത്ത് പേ ലാഖോ സലാം. ലക്ഷക്കണക്കിന് സ്വലാത്ത് അനുനിമിഷവും പച്ചക്കുപ്പയിൽ വന്ന് പതിക്കുന്ന ഒരു നായകൻ ഉണ്ടോ? ഒരത്ഭുതമുള്ള ഭൂമിയുണ്ടോ? ഒരനിർവചനീയമായ കേന്ദ്രമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ലക്ഷക്കണക്കിന് സലാത്തുകൾ പള്ളിയിലേക്ക് ലോകത്തിന്റെ വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും അനുനിമിഷവും സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു അത്ഭുതം ലോകത്ത് കാണിക്കാൻ രണ്ടാമതൊരു കേന്ദ്രമുണ്ടോ? എത്ര നേതാക്കന്മാർ കഴിഞ്ഞുപോയി, എത്ര അപ്പോസ്തലന്മാർ, എത്ര യോഗീശ്വരന്മാർ, എത്ര ഋഷിമാർ, മുനിമാർ, മഹർഷിമാർ, ആത്മീയ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ തമ്പുരാക്കന്മാർ. പക്ഷെ ഇത്ര സ്മരണകൾ പുതുക്കി അനുനിമിഷവും ആ പ്രപഞ്ചത്തിലേക്ക്, പ്രണയ പ്രപഞ്ചത്തിലേക്ക്, സ്നേഹസാഗരത്തിലേക്ക് പ്രണയ ബിന്ദുക്കളെ ഒഴുക്കുന്ന ഒരു പ്രതിഭാസം അത് ഇലൽ മദീന. മദീനയിലേക്ക് മാത്രമാണ്. അല്ലാഹു ആ മദീനക്ക് മനസ്സ് കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മതിപ്പ് അതൊരു ലഹരിയായി, ലയമായി, ലഹരിയായി, ഉന്മാദമായി, ആഹ്ലാദമായി, എല്ലാമായി നമ്മുടെ ഹൃദയത്തിന്റെ ഹാരിയായി, ഹൃദയത്തിന്റെ തുടിപ്പായി കടന്നു വരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ പ്രവാചകന്റെ പ്രണയതീരത്തേക്ക് നമ്മുടെ ശരീരം ഈ കടമ്പാറിന്റെ മജ്‌ലിസിലാണെങ്കിലും എൻ്റെ പ്രവാസികളായ യൂട്യൂബിലൂടെയും മറ്റും ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള സംവിധാനത്തിലൂടെ ലൈവ് കേൾക്കുന്നവരേതൊക്കെ സ്ഥലത്തായിരുന്നാലും, ഈ യാത്രയിലാണെങ്കിലും റൂമിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും മനസ്സ് കൊടുക്കൂ ഹബീബിലേക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവർ എത്ര പറയാനുണ്ട് സഹോദരങ്ങളെ. ഏത് പ്രവാചകന്മാരെ അല്ലാഹു പരീക്ഷണാർത്ഥം അവരുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഒരൊറ്റ പ്രവാചകനെയും പിന്നെ നാട്ടിലേക്ക് സ്വീകരിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് ശത്രുക്കളുടെ പ്രഹരങ്ങളാൽ അള്ളാഹുവിന്റെ തീരുമാനത്താൽ അവർ പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രവാചകന്മാരെ പോലും പിന്നെ ആ നാട്ടിലേക്ക് വിജയശ്രീലാളിതരായി അള്ളാഹു സ്വീകരണം ഒരുക്കിയിട്ടില്ല. അവര് പുറത്തുപോയാൽ പിന്നെ ആ നാടിനെ അള്ളാഹു മറിക്കും. ആ നാടിൽ അള്ളാഹു കഠോരമായ ശിക്ഷ വിതക്കും. ആ നാട്ടുകാരെ അള്ളാഹു പാഠം പഠിപ്പിക്കും. പക്ഷേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ മക്കയിൽ നിന്ന് കടന്നുപോയപ്പോ, ഹബീബായ പ്രവാചകൻ കടന്നുപോയപ്പോ കണ്ണീരോടെ മക്കയോട്, കഅബാലയത്തോട്, സ്വന്തം ജന്മനാടിനോട് വിട പറഞ്ഞു പോയപ്പോ, മക്കയെ നിന്നോട് വിടാ, കഅബാലയമേ നിന്നോട് വിടാ, എനിക്കിവിടെ പാർക്കാനുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ തീരുമാനമാണ്, അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ. കണ്ണീരോടെ പ്രവാചകൻ വിട പറഞ്ഞു പോകുമ്പോ സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു 8 വർഷത്തിന് ശേഷം മടക്കി കൊണ്ടുവരികയാ. പ്രവാചകൻ പോയതിനു ശേഷം ആ നാടിനെ അല്ലാഹു കുലുക്കിയില്ല, ആ ഭൂമിയെ അല്ലാഹു തകർത്തെറിഞ്ഞില്ല, അവിടെ തീക്കാറ്റിനെ അയച്ചില്ല, അവിടെ അബാബിൽ പക്ഷികളെ അയച്ചില്ല, അവിടെയുള്ള സമുദ്രത്തെ പുലർത്തിയില്ല, അവിടെ കഠോരമായ ശിക്ഷ ഇറക്കിയില്ല. ചരിത്രത്തിൽ മക്ക കുലുങ്ങിയത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. അതല്ലാതെ ഇന്ന് വരെ മക്കയെ അല്ലാഹു കുലുക്കിയിട്ടില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു തവണ ഭൂമി കുലുങ്ങിയപ്പോ ഉമർ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? അടങ്ങണം ഭൂമിയെ, അന ഖാദിമു റസൂലില്ലാഹ്.
ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ വീഥികൾ കടന്നു പോകട്ടെ. ഇതൊരു അവിസ്മരണീയമായ അനുരാഗത്തിന്റെ സ്നേഹസാഗരത്തിന്റെ പൂച്ചെണ്ടുകൾ പ്രവാചകന്റെ മദീനയിലേക്ക് ചെന്ന് തട്ടട്ടെ സഹോദരങ്ങളെ. അവിടെയുള്ള മലക്കുകൾ സന്തോഷിക്കട്ടെ. ഹബീബായ പ്രവാചകൻ പുഞ്ചിരി തൂകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളിയ സേവകൻ മാത്രമാണു ഞാൻ. അതുകൊണ്ട് കളിക്കല്ലേ. ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ് ഭൂമിയെ, റസൂലുള്ളാഹിനെ സേവിക്കുന്ന ആളാണ് ഭൂമിയെ. അതുകൊണ്ട് അടങ്ങണം ഭൂമി. അത് പറഞ്ഞപ്പോഴാണ് ഭൂമിയുടെ കുലുക്കം നിന്നതെന്ന് ചരിത്രം. അതല്ലാതെ മക്ക കുലുങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് അല്ലാഹു ആ സമയത്ത് കുലുക്കിയില്ല? എത്ര പ്രഹരങ്ങൾ, പ്രയാസങ്ങൾ പ്രവാചകൻ ഏറ്റമണ്ണ ഇല്ല. എന്തുകൊണ്ട്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മക്ക എന്ന പരിശുദ്ധ റസൂലിന്റെ ജന്മമണ്ണിനെ അല്ലാഹു മാനിച്ചു എന്ന് മാത്രമല്ല, ഹബീബിനെ സ്വീകരിക്കാൻ മക്ക ഒരുങ്ങുകയല്ലയോ? സ്വീകരിക്കാൻ മക്ക ഒരുങ്ങുകയല്ലയോ? 8 വർഷത്തിന് ശേഷം പുണ്യപ്രവാചകൻ കടന്നു വരുന്ന വലിയൊരു അത്ഭുതമുണ്ട്. 8 കൊല്ലത്തിന് ശേഷം കടന്നു വന്നു. രാജകുമാരൻ പരിവാരങ്ങളുമായി കടന്നു വന്നു. സഹോദരങ്ങളെ, ഏതെങ്കിലും പ്രൗഢിയില്ല, ഏതെങ്കിലും കാറ്റഗറിയിലല്ല, ഏതെങ്കിലും സിംഹാസനസ്ഥനായല്ല, ഏതെങ്കിലും വലിയ രാജാവിന്റെ പരിവേശത്തോടെയല്ല. 10,000 വരുന്ന സ്വഹാബികളുമായി 8 വർഷം കഴിയുമ്പോ പുണ്യപ്രവാചകൻ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏതൊരു നാട്ടിലേക്കാണ് കടന്നു വരുന്നത്? ആ തലക്ക് 100 ചുവന്ന വട്ടകം ഇനാം പ്രഖ്യാപിച്ച നാടല്ലയോ? ആ ശിരസ് എടുക്കാനല്ലയോ ഉമർ തങ്ങൾ കടന്നു പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീ ഒന്ന് ആലോചിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന് തല വിലയിട്ട തലയുടെ നാട്ടിലേക്കാണ് കടന്നു വരുന്നത്. മാത്രമല്ല, പ്രവാചകനെ കല്ലെറിഞ്ഞവരല്ലയോ, പ്രവാചകനെ പ്രഹരം ഏൽപ്പിച്ചവരല്ലയോ? പ്രവാചകന്റെ കാല് മുറിഞ്ഞ് രക്തമൊഴുകുമ്പോ ഭൂമി മാത്രമല്ല വാനലോകം പോലും കരഞ്ഞു. മലക്ക് ഇറങ്ങി വന്നു. യാ റസൂലല്ലാഹ്, സഹിക്കുന്നില്ല നബിയേ, ഒന്ന് സമ്മതം മൂളുമോ? ഇവരെ ഇപ്പോൾ തന്നെ ഞാൻ നശിപ്പിച്ചു കളയാമെന്ന് പറയുമ്പോ, ഇല്ല ജിബ്രീലേ, ഇപ്പൊ വേണ്ട എന്ന് പറയുകയാണ്. ഇവരിൽ പാരമ്പര്യമായിട്ടെങ്കിലും ഒരാള് സന്മാർഗ വെളിച്ചത്തിലേക്ക് കടന്നു വന്നാൽ എനിക്കതാണ് ഏറ്റവും ഉത്തമമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മണ്ണിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ വരവ് വല്ലാത്തൊരു ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വരവാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും അതുപോലെ വിശാലമായ സഹോദര്യത്തിന്റെയും ഒരു ഭൂമികയുടെ അത്ഭുതമാണ് പ്രവാചകൻ അവിടെ തീർത്തത്. ചരിത്രകാരന്മാർ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സമയം പോരാ അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ ആരാ നിൽക്കുന്നത്? അബൂ സുഫിയാൻ. തൊട്ടടുത്ത് അബ്ബാസ് നിൽക്കുകയാണ്. അബ്ബാസിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്നുകൊണ്ട് അബൂ സുഫിയാൻ അബ്ബാസിന്റെ കയ്യിൽ മെല്ലെ അമർത്തുകയാണ്, മെല്ലെ പിടിക്കുകയാണ്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചടക്കി കടന്നു വരികയാ. 10,000-ഓളം സർവായുധ വിഭൂഷകരായ സ്വഹാബിമാർ തക്ബീർ ധ്വനികളോടെ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിൽ പിടിച്ചുകൊണ്ട് അബൂ സുഫിയാൻ പറയുക, സാറ ഇബ്നു അഖീക, സാറ ഇബ്നു അഖീകൽ യൗം മലിക്കൽ മുലൂക്. എന്താണ് അബ്ബാസേ, നിങ്ങളുടെ സഹോദരന്റെ മകന്റെ ഒരു പ്രൗഢി അത്ഭുതമാവുകയാ.
കാരണം ഒരു രാജാവിന്റെ പവറോടെ നിങ്ങളുടെ സഹോദരന്റെ മകൻ കടന്നു വരികയാണല്ലോ. കാണാൻ എന്ത് രസമാണ്, എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്നറിയാ. അബൂ സുഫിയാൻ പോലും ഞെട്ടിപ്പോയ രംഗമാണ്. ഹബീബായ പ്രവാചകന്റെ കാരുണ്യവും സ്നേഹവും വിശാലതയും അതിന്റെ വല്ലാത്ത അനിർവചനീയമായ ഭൂമികയും സഹോദരങ്ങളെ പ്രവാചകന്റെ പ്രതികരണത്തിലുണ്ട്. കുഫാറുകൾ ഞെട്ടിവിറക്കുകയാണ്, അവർ വല്ലാതെ ഭയപ്പെടുകയാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, മാദാ തൻദുറൂന മിന്നീ, നിങ്ങൾ എന്താ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏത് നാട്ടുകാരാണ് നിങ്ങൾ ആലോചിച്ച്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പിടിച്ചടക്കിയത്, ലോകത്തിന്റെ കോടിക്കണക്കിന് വിശ്വാസികളുടെ മനതലങ്ങളെ കോർത്തിണക്കിയത് ആയുധം കൊണ്ടായിരുന്നില്ല, ഒരു ആയുധപ്പുരയും കൊണ്ടായിരുന്നില്ല, ഒരു പട്ടാള പരിവേഷവും കൊണ്ടായിരുന്നില്ല, ഒരു വിരട്ടലും കൊണ്ടായിരുന്നില്ല, ഒരു ഭീഷണിയും ഏഷണിയും കൊണ്ടായിരുന്നില്ല. വിശാലമായ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, സഹവർത്തിത്വത്തിന്റെ മധുരം പകർന്നു കൊടുത്തുകൊണ്ട് മാലോകരുടെ മനസ്സിനെ ഒന്നടങ്കം പിടിച്ചെടുത്തു. അവരുടെ ശരീരത്തെയല്ല, അവരുടെ മനസ്സിനെ. അതുകൊണ്ടല്ലേ കാലം അത്ര കഴിഞ്ഞു, 1500 വർഷത്തിനപ്പുറം ഒരു മണ്ണിലൂടെ കടന്നുപോയ ഒരു പ്രകാശദീപത്തെ, ആ തുടിപ്പോടുകൂടി ഇന്നും ഒരു ബിംബമില്ല, ഒരു ഛായാചിത്രമില്ല, ഒരു ചിത്രമില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒരു പ്രതിബിംബമില്ല. പക്ഷേ കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദാസമയവും അടയാളപ്പെടുത്തി അനുരാഗത്തിന്റെ അരുണ കിരണങ്ങൾ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് കടന്നു പോവുകയാണ്. ആ അനുരാഗ സാഗരത്തിൽ അലയടിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്ത അത്ഭുതമാണ് ആ ലോകം. എത്ര പറഞ്ഞാലും അതിന്റെ രസം ഒടുങ്ങുന്നതല്ല, അതിന്റെ പരിസമാപ്തി കുറിക്കാൻ കഴിയുകയില്ല. തുടങ്ങിയാൽ എങ്ങനെ ഒടുക്കും എന്നാണ് അനുരാഗികൾ ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ഹബീബായ പ്രവാചകനോട് ചോദിക്കുകയാണ്, മാദാ തൻദുറൂന മിന്നീ, നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഉടൻ തന്നെ അവര് പറയുകയാണ്, അന്ത അഖുൻ കരീം വബ്നു അഖിൻ കരീം. ശത്രുക്കളാ പറയുന്നത്. അന്ത അഖുൻ കരീം വബ്നു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ സഹോദരനാണ്, നിങ്ങൾ മാന്യനായ സഹോദരന്റെ മകനും കൂടിയാണ്. ഞങ്ങൾക്കതുകൊണ്ട് വലിയ പ്രതീക്ഷയുണ്ട്. ഇതങ്ങ് പറയുമ്പോ ഹബീബ് പറയുകയാണ്, ഇദ്ഹബൂ വഅന്തും തുലഖാ. ഇന്ന് ആരോടും പ്രതികാരമില്ല, ഇന്ന് ആരോടും പ്രതികൂലതയില്ല, ഇന്ന് ആരോടും പ്രതിഷേധമില്ല. എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിപ്പോവുക, എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിപ്പോവുക. നിങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരാണ്. ഇന്ന് ഞങ്ങൾക്ക് അധികാരം കിട്ടിയ ദിവസമാണല്ലോ, അതുകൊണ്ട് ഇന്നൊരൊറ്റ ബിംബവും ഇവിടെ കാണാൻ പാടില്ലെന്നല്ല, നിങ്ങളുടെ മതചിഹ്നങ്ങളെ ഒരിക്കലും ഞങ്ങൾ മാനിക്കുകയില്ല എന്നല്ല, ഇവിടെ മുസ്ലിം അല്ലാത്ത ഒരാളും കാണാൻ പാടില്ല എന്നല്ല, ഇവിടെ നിസ്കരിക്കാത്ത ഒരാളിനെയും വേണ്ട എന്നല്ല, ഇവിടെ അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കുന്ന ആളുകൾ മതി എന്നല്ല. ഇദ്ഹബൂ വഅന്തും തുലഖാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്, എനിക്ക് എന്റെ മതമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങളെ ആരും ആക്രമിക്കുകയില്ല. നിങ്ങൾ മടങ്ങിപ്പോയിക്കോ. സമാനതകളില്ലാത്ത വിട്ടുവീഴ്ചയാണ് ഈ ഉമ്മത്തിനെയാണ് സഹോദരങ്ങളെ, ബർമ്മയിലുള്ള പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ക്രൂരതകളാണ്, സമാനതകളില്ലാത്ത ക്രൂരതകളാണ് കാണിക്കുന്നത്. ബുദ്ധനത്തെ ഏതൊക്കെയോ തത്വങ്ങൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്, അതൊക്കെ സമാധാനത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരുടെ അനുയായികളെന്ന് പറയുന്ന ആളുകൾ ആ ബർമ്മയിലെ ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും
ഏറ്റവും വലിയ തീവ്രവാദികളായ അവിടുത്തെ സന്യാസിമാരടക്കമുള്ള ആളുകൾ ഈ സമുദായം ന്യൂനപക്ഷമായതിന്റെ പേരിൽ അവരെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അവര് പട്ടിണി കിടന്ന് പിടന്ന് മരിക്കുകയാണ്. അവരെ ശരീരത്തിലേക്ക് ആഴത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുകയാണ്. അവരെ കന്നുകാലികളെ അടിച്ചു നീക്കുന്നത് പോലെ അല്ല, അതിനേക്കാളും പ്രഹരമേൽപ്പിക്കുകയാണ്. പക്ഷേ അവരുടെ ഈമാൻ ചലിച്ചിട്ടില്ല. ഒരാളിനെ പോലും ബുദ്ധമതത്തിലേക്ക് ചേർക്കാൻ അവരെ കിട്ടിയിട്ടില്ല. അവരെല്ലാം പറന്നു പോയത് സ്വർഗത്തിലേക്കല്ലയോ? അല്ലാഹുവേ, അവർക്ക് നല്ല ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. എത്ര ഭാഗ്യമുള്ളവരാണവർ. പക്ഷേ എത്രയോ ആഗോള മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടാസ്, ചെറിയ ഒരു പടക്കം പൊട്ടുമ്പോഴേക്ക് സഹോദരങ്ങളെ അത് മുസ്ലിമിന്റെ പേരാക്കാൻ പറ്റുമോ എന്ന സാധുത പോലും പരിഗണിച്ചുകൊണ്ട് അതിനെ വലിയ വെണ്ടയ്ക്ക അക്ഷരങ്ങളിൽ ആദ്യം തന്നെ നിരത്തുന്ന ആളുകളുണ്ടല്ലോ, ആഗോള ചർച്ച നടത്തുന്ന ആളുകളുണ്ടല്ലോ, വലിയ അപകടമാണിതെന്ന് പുലമ്പുന്ന ആളുകളുണ്ടല്ലോ. എവിടെയാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത വേദനകളും മലമുറകളും ആർത്തനാദങ്ങളും പ്രയാസങ്ങളും വിരിച്ചപ്പോ ഏത് ആഗോള മാധ്യമമാണ് അതിനെ ഒപ്പിയെടുത്തത്? ആരാണ് അതിനെ പ്രതിഷേധിച്ചത്? ലോകത്തിൽ സമാധാനം കൊടുക്കാൻ വേണ്ടി ധാരാളം സംഘടനകളുണ്ടല്ലോ. പക്ഷെ ആരെങ്കിലും വ്യക്തമായി ഒന്ന് പ്രതിഷേധിച്ചിട്ടുണ്ടോ? പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ടോ? ഇത് അരുതായ്മയാണ്. അരുതെന്ന് പറയാൻ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും അധികാരം അതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ചിന്തിക്കാൻ പറയുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ കാണിച്ച വിശാലമായ വിട്ടുവീഴ്ചയുടെ സമാനതകളില്ലാത്ത പ്രതിഭാസമല്ലയോ അന്ന് പ്രവാചകൻ കാണിച്ചത് സഹോദരങ്ങളെ? അതുകൊണ്ട് ചിന്തിച്ചോ, ഹബീബിന്റെ പാഠശാലയാണ് സ്നേഹസാഗരം കേട്ടോ. അവിടെ ഇല്ലാത്ത പരിഹാരമില്ല. എത്ര വലിയ കാട്ടാള ഹൃദയമുള്ള ആളാണ് പ്രവാചകന്റെ പാഠശാലയിലേക്ക് കടന്നു വരുന്നതെങ്കിലും ഞാൻ ആ പോയിന്റ് ഒന്നും കൂടി ആവർത്തിക്കുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എത്ര വലിയ കാട്ടാള ഹൃദയമുള്ള ആളാണ് പ്രവാചകന്റെ പാഠശാലയിലേക്ക് കടന്നു വരുന്നതെങ്കിലും സഹോദരങ്ങളെ, അയാളുടെ ഹൃദയം പ്രകാശമുള്ളതായി മാറുന്ന അത്ഭുതമാണ് പ്രവാചകന്റെ പാഠശാലയിലുള്ളത്. അവിടെ കരോട്ട പഠിപ്പിക്കലല്ല, അവിടെ കളരി പഠിപ്പിക്കലല്ല, അവിടെ ആയോധന കലകൾ പഠിപ്പിക്കലല്ല, അവിടെ മനുഷ്യനെ ഉപദ്രവിക്കേണ്ട രീതികൾ പഠിപ്പിക്കലല്ല. അവിടുന്ന് പഠിപ്പിക്കുന്നത് സ്നേഹമല്ലയോ? അവിടുന്ന് പഠിപ്പിക്കുന്നത് സഹോദര്യമല്ലയോ? സയ്യിദുനാ ഇക്രിമ സയ്യിദുന എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോണം, ഒരു സിന്ദാബാദ് വിളിക്കാനുള്ള ആളാണ് സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. മൂപ്പരുടെ ഉപ്പാനെ കേട്ടിട്ടുണ്ടോ? ഇക്രിമ തങ്ങളുടെ ഉപ്പാനെ അറിയോ? വാപ്പാന്റെ പേര് അബൂജഹൽ. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. പക്ഷേ അശ്ലീലതകളുടെ മുഴുവൻ ശേഖരങ്ങളുമുള്ള അശ്ലീലതകൾ നിറഞ്ഞ അരമനയിൽ നിന്നാണ്, അബൂജഹലിന്റെ വീട്ടിൽ നിന്നാണ് ഇക്രിമ തങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ കടന്നു ചെന്നിട്ടുള്ളത് അത് മദീനത്തുർ റസൂൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിലേക്കാണ്. എവിടെ നിന്ന് വരുന്നു എന്നല്ല, എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് പ്രവാചകന്റെ പാഠശാല. സഹോദരങ്ങളെ, അത്ര വലിയ കാട്ടാള ഹൃദയമുള്ള അബൂജഹലിന്റെ മകനായ ഇക്രിമ തങ്ങൾ ഹബീബിന്റെ ചാരത്ത് കടന്നു വരുമ്പോ ആ ഇക്രിമ തങ്ങൾക്ക് ഹബീബ് കൊടുത്ത വിശാല മനസ്സിന്റെ സഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ കഥയറിയുമോ? അതാ ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കിടക്കുകയാ. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അതാ ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി
വേണ്ടി വല്ലാതെ വിഷമിക്കുകയാ. തൊണ്ട വരണ്ടു പോയി, നാവിൽ വെള്ളം വറ്റിപ്പോയി. അൽമാ, കുറച്ച് വെള്ളം തരുമോ? കരയുകയാണ്. ലേശം വെള്ളം തരുമോ? കാരണം രക്തം വാർന്നൊലിക്കുകയാണ്. യുദ്ധകാഹളത്തിന്റെ ഇടയിലാണ്. സ്വഹാബികൾ വെള്ളത്തിന്റെ കോപ്പയുമായി ഓടി വരികയാണ്. പരദാഹം കൊണ്ട് പടയുന്ന ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണ്ടിന്റെ നേരെ ആ വെള്ളത്തിന്റെ കോപ്പ തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത് കിടന്നവരാൾ, വേറെ ഒരു വെട്ടുകൊണ്ട് കിടക്കുന്നവരാൾ, അയാൾ പറയുകയാണ്, അൽമാ, എനിക്കും കുറച്ച് വെള്ളം തരുമോ? ഈ ശബ്ദമങ്ങ് ഇക്രിമ റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോ ഫദഫഅഹു ബിലുത്ഫിൻ, ആ വെള്ളത്തിന്റെ കോപ്പമല്ലേ അങ്ങ് തട്ടുകയാ. ഫഅസാറ ഇലൽ ആഖരി, എന്റെ സഹോദരന് കൊടുത്തോ, എന്റെ സഹോദരന് വെള്ളം കൊടുക്കൂ, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് വെള്ളം തരുന്നത്. എത്ര വലിയ വിശാലതയാണ് സഹോദരങ്ങളെ! എവിടെയാണ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയമല്ലയോ? വെള്ളത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഘട്ടമല്ലയോ? ഇതെവിടുന്നാണ് ഈ മാറ്റം മനസ്സിന് അല്ലാഹു കൊടുത്തത്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹസാഗരത്തിൽ നിന്നാണ്, സഹോദര്യ കേദാരത്തിൽ നിന്നാണ്. നമ്മുടെ കൽബിൽ വെളിച്ചം തരട്ടെ, ഹബീബിനോടുള്ള മതിപ്പ് കൂട്ടിത്തരട്ടെ. ആ സ്നേഹസാഗരത്തിൽ അലയാനും അലിയാനും അതിലയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാറ്റിനും പരിഹാരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ആ പരിഹാരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് നമുക്ക് പരിഹാരം കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പരിഹാരമില്ലാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? എല്ലാത്തിനും പരിഹാരമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു കുറവേ ഉള്ളൂ. ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ എല്ലാ കവാടങ്ങളും അല്ലാഹു തുറന്നു തരും, എല്ലാം തുറന്നു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ, ഒന്നും കൂടി പോകാൻ നമ്മുടെ ഉപ്പാപ്പാന്റെ അടുത്ത്, മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് മറന്നുകൊണ്ടൊരു പഴം കഴിച്ചു. നിങ്ങൾ അറിഞ്ഞില്ല? നിങ്ങൾ അറിഞ്ഞില്ല മനുഷ്യന്മാരെ? ആദം നബി അലൈഹിസ്സലാം ഒരു പഴം കഴിച്ച കാര്യം നിങ്ങളെന്താ ഉണ്ടാക്കുന്നത്? അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ എത്തൂലല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ എത്താൻ തന്നെ അതാണ് സബബ്, അല്ലാഹുവിന്റെ ഹിക്മത്താണ്. മറന്നുകൊണ്ടൊരു പഴം കഴിച്ചു. ആദം നബി അലൈഹിസ്സലാം 300 കൊല്ലം അതിന്റെ പേരിൽ ഖേദിച്ചു. 300 കൊല്ലം കരഞ്ഞു, 300 കൊല്ലം കരഞ്ഞു. അവസാനം ഒരൊറ്റ ദുആ, ഒരൊറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മ നജ്ജിനി ബിഹഖി മുഹമ്മദിൻ. എന്താണ് നിങ്ങൾ സ്വലാത്തും കൂടെ ഇട്ട? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് പടച്ചവനെ എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ. അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല ആദമേ, ഈ മുഹമ്മദ് നബിയെ ഞാൻ പടച്ചിട്ടില്ല, അത് അവസാനം വരാനുള്ള പ്രവാചകനാണ്, നീ ആദ്യത്തെ മനുഷ്യനാണ്. കൈഫ അറഫ്ത മുഹമ്മദാ, എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അറിഞ്ഞു, നീ എങ്ങനെ മനസ്സിലാക്കി? കാരണം ഇപ്പൊ പടച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, നീ എന്നെ പടച്ച സമയമുണ്ടല്ലോ, ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, ഫറഫഅതു റഅസി, എന്നെ സൃഷ്ടിച്ച് ഞാൻ ഇങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോ ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബാ, ഭാഗത്ത് ഞാനൊരു ലെറ്റർ കണ്ടു, ഒരു ലിഖിതം കണ്ടു, ഒരെഴുത്ത് കണ്ടു. എന്താണ് ആ എഴുത്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അല്ലാഹുവേ, എനിക്കറിയാം നീ അർശിന്റെ താഴ്ഭാഗത്ത് നിന്റെ പരിശുദ്ധ നാമത്തോടൊപ്പം ചേർത്ത് എഴുതിയ റസൂലിന്റെ നാമം അത് പരിശുദ്ധ വ്യക്തിപ്രഭാവമല്ലാതെയല്ല. അതുകൊണ്ടത് പവറുള്ള പ്രവാചകരാണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ നജ്ജിനി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അല്ലാഹു പരിഗണിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണെങ്കിൽ അല്ലാഹു ആണത് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആദം നബിയെ കൊണ്ട് തന്നെ പരിഹാര പറുദീസയുടെ പ്രയോഗവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ മുഅ്മിനെ പിന്നെ നമുക്ക് മടിക്കണോ? പിന്നെ നമുക്ക് മടിയുടെ ആവശ്യമില്ല. അല്ലാഹു തന്നെ അതിന്റെ പരിഹാരത്തിന്റെ പറുദീസയായി പ്രവാചകനെ നിർണയിക്കുമ്പോ സഹോദരങ്ങളെ, ഇത് വാറോലയല്ല, ഇത് സ്വന്തം ജൽപ്പനങ്ങളല്ല. ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഹാക്കിം തങ്ങൾ അവിടെ മുസ്തദറക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ദുർറുൽ മൻസൂറിൽ പറഞ്ഞിട്ടുണ്ട്, ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീർ റാസിയിൽ പറഞ്ഞിട്ടുണ്ട്, തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി തങ്ങൾ അവിടുത്തെ ജാമി അഹ്കാമിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബൈളാവി തങ്ങൾ അവിടുത്തെ തഫ്സീർ ബൈളാവിയിൽ, ഇമാം സമഖ്ശരി തങ്ങൾ അവിടുത്തെ കശാഫിൽ. എത്ര തെളിവുകളാണ്! മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയത്തിന്റെയും പരിഹാരമാണെന്നതിന്റെ പ്രഖ്യാപന സമ്മേളനമല്ലയോ അത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കടന്നു പോകാനുള്ള പറുദീസ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു സലാത്ത് പുണ്യപ്രവാചകന്റെ പ്രണയതീരത്തേക്ക് കൊടുത്തു വിട്ടോ. സ്നേഹ സാഫല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായോജ്യത്തിന്റെ സായാഹ്നങ്ങൾ തീർത്ത പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സലാത്ത്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പ്പെട്ടവരെ എങ്ങനെ പ്രണയിക്കണമെന്ന് പഠിപ്പിച്ചവർ സ്വഹാബികളാണ്. ആ സ്വഹാബികളാണ് പ്രവാചകനെ പ്രണയിക്കണം എന്ന് കേവലം വാക്കുകളല്ല, അവരെ സ്വന്തം പ്രവർത്തനത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് പ്രണയത്തിന്റെ ബിന്ദുക്കളെ ലോകത്തിൽ അടയാളപ്പെടുത്തി അത്ഭുത തീരമാകുന്ന സ്നേഹസാഗരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയവർ സ്വഹാബികളാണ്. ആ സ്വഹാബികളല്ലയോ നമുക്ക് പ്രണയ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി തന്നത്? സ്വഹാബികൾക്ക് വേദന ഒന്നും അവരുടെ സ്വന്തം വേദനകൾ വേദനയല്ലായിരുന്നു. അവരുടെ സ്വന്തം വേദനയല്ല. അവരുടെ ശരീരത്തിന്റെ നൊമ്പരങ്ങൾ വലിയൊരു നൊമ്പരമല്ല. അവരുടെ ദുഃഖങ്ങളല്ല അവർക്ക് വലുത്. അവർക്ക് ഏറ്റവും വലുത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണം നമുക്കറിയാം. ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ സ്വഹാബികളൊക്കെ ചെറുതായിട്ടൊന്ന് പതറിയ യുദ്ധമല്ലയോ? അല്ലാഹുവിന്റെ പരീക്ഷണം നേരിട്ട യുദ്ധമല്ലയോ ഉഹദിന്റെ രണാങ്കണം? ആ സമയത്ത് പല സ്വഹാബികളെയും കാണുന്നില്ല. സയ്യിദുനാ റബീഅ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ റബീഅ റളിയല്ലാഹു തആല അൻഹു, ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സഹാബിയായിരുന്നു, വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു സയ്യിദുനാ റബീഅ റളിയല്ലാഹു തആല. ഹബീബായ നബി നമ്മൾ ചോദിക്കുന്നു, അതിന് റബീഅനെ കാണുന്നില്ലല്ലോ. ആളുകളൊക്കെ അങ്ങോട്ടും ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. എവിടെ റബീഅനെ കാണുന്നില്ല? റബീഅ എവിടെയാണ്? സ്വഹാബികൾ അന്വേഷിച്ചു നോക്കുമ്പോ ഒരു സ്വഹാബി കടന്നു ചെല്ലുമ്പോ ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് 14 മുറിവുകളുമായി പടയുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് കാണുന്നത്. ശരീരത്തിൽ 14 മുറിവുകളാണ്. ഈ സ്വഹാബി റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെല്ലുമ്പോ റബീഅ തങ്ങൾ പറയുകയാണ്, മോനെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാ അവിടെ നിൽക്കുന്നത്?
ഇവിടെ നീ നിൽക്കല്ലേ, എന്റെ റസൂൽ അവിടെ ഒറ്റയ്ക്കാണ്. എന്റെ ഹബീബിന്റെ അടുത്ത് പോയിക്കോ, ഇവിടെ ആരും വേണ്ട, ഇവിടെ ആരും വേണ്ട. എന്റെ റസൂലിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. 14 വെട്ടുകൊണ്ട് 14 മുറിവുകളോടെ ഞാൻ ഇവിടെ കിടക്കുമ്പോ എന്റെ ഹബീബിന്റെ അടുത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ പരിചരിക്കണ്ട, എന്നെ പിടിക്കണ്ട, എനിക്ക് ശുശ്രൂഷ വേണ്ട. എന്റെ റസൂലിന് എന്ത് പറ്റിയിട്ടുണ്ടാകും? അങ്ങോട്ട് പോയിക്കോ. എനിക്ക് എന്തെങ്കിലും ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്റെ പ്രണയ രാജകുമാരന്റെ തീരത്തണയുമായിരുന്നു എന്ന് സയ്യിദുനാ റബീഅ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, സ്വന്തം വേദനകളല്ല അവരുടെ വേദന, സ്വന്തം മുറിവുകളല്ല അവരുടെ മുറിവുകൾ, സ്വന്തം അവലാദികളല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങളുടെ ചാരത്തിൽ നിന്നൊരൽപ്പം പോലും മാറി നിൽക്കാൻ സ്വഹാബികളെ കൊണ്ടാവൂല. നബിയുടെ ചാരത്തിൽ നിന്ന് മാറിയാൽ തന്നെ അവർക്ക് വല്ലാത്ത ബേജാറാണ്, എന്തോ വലിയൊരു കുറവ് വന്നതുപോലെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നതും അല്ലാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനാണ്, സ്വർഗത്തിലെത്താനാണ്. അവിടെയുള്ള അല്ലാഹുവിന്റെ കാഴ്ച, അല്ലാഹുവിനെ കാണൽ ലഭിക്കാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം എത്രയായിരുന്നു സ്വഹാബികൾക്ക്. അവരാഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ മണിമേടകളല്ല, അവരാഗ്രഹിച്ചത് സ്വർഗത്തിലുള്ള വലിയ മുത്തും പവിഴവും വൈഡൂര്യവും പതിച്ച മുറ്റങ്ങളുള്ള മേടകളല്ല, മണിമാളികകളല്ല, അവിടെയുള്ള പുൽമേടുകളല്ല, അവിടെയുള്ള പച്ചപ്പുകളല്ല, താഴ്വരകളല്ല, മൊട്ടക്കുന്നുകളല്ല, അവിടെയുള്ള വലിയ സൗരഭ്യങ്ങളും സൗഭാഗ്യങ്ങളുമല്ല, അവിടെയുള്ള തേനാറല്ല, പാലരുവിയല്ല. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വരുകയാ. ഉറച്ചൊരു തർദിയത്ത് ചൊല്ലിക്കോ, സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരാ, നീ ആരോഗ്യം കാണിക്കേണ്ടതും ആവേശം കാണിക്കേണ്ടതും ഈ അനുരാഗത്തിന്റെ പ്രതിഭാശാലികളെ കുറിച്ചല്ലയോ? ഉറച്ചൊന്ന് ചെല്ലുമോനെ, സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വരുകയാണ്. നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു പരിഭവമുണ്ട്, എനിക്കൊരു ആവലാതിയുണ്ട്, എനിക്കൊരു വിഷമം പറയാനുണ്ട്. ഹബീബായ നബി പറയാണ്, മോനെ സൗബാനെ, എന്താണ് മോനെ നിന്നെ വിഷമിപ്പിച്ച കാര്യമെന്താ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ നിന്നും വിട്ടുമാറുമ്പോ എന്തോ ഒരു കുറവുള്ളത് പോലെയാണ്. പെട്ടെന്ന് ഓടി വരുമ്പോ സമാധാനമാണ്. പക്ഷേ എന്റെ അവസ്ഥ അതല്ല, എന്റെ ചിന്ത അതല്ല. നിങ്ങളെ കാണാനും നിങ്ങളടുത്തിരിക്കാനും നബിയെ ഈ ഭൂമിയിൽ അവസരമുണ്ട്. പക്ഷേ അങ്ങ് സ്വർഗത്തിലെത്തിക്കഴിയുമ്പോ, സ്വർഗത്തിൽ അങ്ങെത്തിക്കഴിയുമ്പോ അങ്ങയുടെ പരിസരത്ത് ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരല്ലയോ? അവിടെ ഈ സൗബാന അങ്ങയെ കാണാൻ പറ്റുമോ? കണ്ടോ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അത്ഭുതങ്ങളല്ല അവർ കൊതിച്ചിരുന്നത്, സ്വർഗത്തിലും ഹബീബിനെ കാണാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് ഒരു കാമുകന്റെ മനസ്സിലുണ്ടാവുക. അതാണ് അത്ഭുതം, പ്രണയം, പ്രണയത്തിന്റെ സാഗരം. എന്റെ പ്രിയപ്പെട്ടവരെ, സൗബാൻ ഞങ്ങളെ ഹബീബിനോട് പറയാണ്, അങ്ങയുടെ പരിസരത്ത് പവറുള്ള പ്രവാചകന്മാരല്ലയോ? അവിടെ ഈ സൗബാൻ ഒരു സീറ്റ് കിട്ടുമോ? അവിടെ
എവിടെയെങ്കിലും ഒരു മൂലക്കൊന്ന് നിൽക്കാൻ ഇടം കിട്ടുമോ? ഞാൻ അതിലാണ് വിഷമിക്കുന്നത് യാ റസൂലല്ലാഹ്. ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വഹീ കൊണ്ടുവരികയാണ്. ഒരു അനുരാഗിയെ സമാധാനിപ്പിക്കാനുള്ള വരവാ. അല്ലാഹുവിന്റെ ഖുർആൻ വരുകയാ. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഞങ്ങളോട് ഹബീബായ പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ്, മോനെ സൂബാനെ നീ വിഷമിക്കേണ്ട. അല്ലാഹുവിനെയും ഹബീബായ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വേണ്ടതുപോലെ അനുരാഗത്തോടെ ഇത്വാഅത്ത് ചെയ്താൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ് സൂബാൻ. അവരാരാണ്? മിനൻ നബീൻ, അവർ പ്രവാചകന്മാരോടാണ്. അവർ വസ്സുദ്ദീഖീൻ, അവർ സുദ്ദീഖീങ്ങളോടൊപ്പമാണ്. വശുഹദാഇ വസ്സാലിഹീൻ, അവർ വലിയ രക്തസാക്ഷികളോടൊപ്പമാണ്, സദ്വൃദ്ധരോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ കാമുകനെ സമാധാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ വെമ്പലും വെപ്രാളവും ആവലാതിയും വേവലാതിയും ഹബീബ് മാത്രമായിരുന്നു. ഹബീബില്ലാത്ത ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അറിയുമോ, ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത്ര പവർ കിട്ടാനുള്ള കാരണം എന്താണ്? ഒന്നാമത് ഖലീഫയാകാനുള്ള യോഗ്യത എന്താ? റസൂലുള്ളാഹിനെ അത്ര വലിയ മഹബ്ബത്ത് വെച്ച സ്വഹാബികൾ വേറെയില്ല. ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നു. ഒരൽപ്പം പറഞ്ഞു ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് മനസ്സിന്റെ മടിത്തട്ടിൽ നിന്ന് മദീനയുടെ മണൽപ്പരപ്പിലേക്ക് പോകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അക്ഷമനായി കടന്നു വന്ന സംഭവം നമുക്കറിയാം. ഊരി പിടിച്ച വാളുമായി പറഞ്ഞില്ലയോ, എന്റെ ഹബീബ് വഫാത്താകുന്നത്, എന്റെ ഹബീബ് വഫാത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാള് കൊണ്ട് അവനെ ഞാൻ കൈകാര്യം ചെയ്യും കേട്ടോ. എന്റെ റസൂല് വഫാത്തായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, വഫാത്തായി എന്ന് അറിയാത്തത് കൊണ്ടല്ല. ആ മഹബ്ബത്തിന്റെ കടുപ്പം അത് സമ്മതിച്ചു കൊടുക്കാൻ അനുവദിക്കുന്നില്ല. എന്റെ റസൂല് വഫാത്തായെന്നാരും പറയല്ലേ, എന്റെ റസൂല് വഫാത്തായെന്നാരും പറയല്ലേ. ആരാണ് കടന്നു വന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഉമർ തങ്ങളെ സമാധാനിപ്പിച്ചു. റസൂലുള്ളാഹി വഫാത്തായി ഉമറേ, നീ ഇങ്ങനെയൊന്നും പറയല്ല ഉമറേ. ഉമർ തങ്ങളെ സമാധാനിപ്പിക്കുമ്പോഴും ആ മനസ്സിന്റെ നൊമ്പരം അതിന്റെ 10 ഇരട്ടിയായിരുന്നു. മറന്നു പോകണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകൻ വഫാത്തായതിനു ശേഷം 2.5 വർഷമാണ് പിന്നെ ജീവിച്ചത്. സഹോദരങ്ങളെ, 2.5 വർഷമാണ് ജീവിച്ചത്. അവിടുന്ന് വഫാത്തായത് എങ്ങനെയാണെന്നറിയുമോ? മഹാന്മാര് പറയുകയാണ്, ഹബീബ് വഫാത്തായതിനുള്ള ദുഃഖം മനസ്സിൽ സൂക്ഷിച്ച് നടന്ന് അതുകൊണ്ട് അവസാനം ഹബീബിനോടുള്ള പ്രണയം കൊണ്ട് മനസ്സ് പൊട്ടിയാണ് വഫാത്തായത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പിന്നെ എങ്ങനെയാണ് ഒന്നാമത്തെ ഖലീഫയാകാതിരിക്കുക? റസൂലിനോടുള്ള മഹബ്ബത്തും അവിടുന്ന് വിരഹം വന്നുപോയ ദുഃഖവും താങ്ങാതെ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരനുരാഗിയല്ലയോ അബൂ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് രണ്ട് പോയിന്റൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കുകയാ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മാത്രമല്ല, ഹബീബിനെ തൊടാൻ മാത്രമല്ല, ഹബീബ് ഇരുന്നടുത്തിരിക്കാൻ, ഹബീബ് കണ്ടതുപോലെ കാണാൻ, ഹബീബ് തൊട്ടവരെ തൊടാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നമുക്കറിയാം, ഖൈബർ യുദ്ധത്തിൽ മഹാനായ സലമത്ത് ബിൻ അക്ബഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ വെട്ടേറ്റു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹീഹ് ഹദീസ്. സലമത്ത് തങ്ങളുടെ കയ്യിൽ വെട്ടേറ്റു. സ്വഹാബികൾ ഓടിച്ചെന്ന് വെട്ടേറ്റ് താഴേക്ക് വീഴാൻ വന്ന കയ്യിൽ പിടിച്ചു, മെല്ലെ പിടിച്ചു. മഹാനവറുകൾ പറഞ്ഞു, എന്നെ ആരും പിടിക്കണ്ട, എന്നെ ആരും പരിചരിക്കണ്ട, എന്നെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊണ്ടുപോകും, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കൊണ്ടുപോകും, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. താങ്ങി പിടിച്ചു കൊണ്ടുപോയി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നു. എന്തേ റസൂലേ, എന്റെ കയ്യിന് വെട്ടേറ്റു, അവിടുന്ന് തീരുമാനമെടുക്കുക, അവിടുന്ന് ഇത് ശരിയാക്കി തരുക. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അല്ലയോ സലമാ, ദീനിന്റെ പേരിൽ നിനക്ക് ഈ കൈ കൊടുക്കാൻ പറ്റുമോ? എന്ന് നിനക്ക് വിചാരിക്കാൻ പറ്റുമോ? ഈ കൈന് വേണ്ട, ദീനിന് വേണ്ടിയിട്ട് ഈ കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ സലമതങ്ങൾ പറയാണ്, എന്റെ കൈയല്ല റസൂലേ, എന്റെ ശിരസ് പോലും ദീനിനുള്ളതാണ് നബിയെ. പക്ഷേ എനിക്ക് ഈ കൈ കൊണ്ട് ഇനിയും ദീനിന് വേണ്ടി അധ്വാനിക്കാനുണ്ട്. അതിനാണ് ഭൗതികമായ ലാഭത്തിനല്ല, ഭൗതികമായ നേട്ടത്തിനല്ല, ഈ കൈ കൊണ്ട് എനിക്കിനിയും ദീനിന് വേണ്ടി അധ്വാനിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, അവിടുന്ന് ഇതിനൊരു പരിഹാരം തരുമോ? അറ്റുപോകാൻ കൈയെടുത്ത് ലെവല് ചെയ്തങ്ങോട്ട് വെച്ചു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട മബറൂക്കായ അവിടുത്തെ തുപ്പ് നീരെടുത്തങ്ങ് പുരട്ടിക്കൊടുത്തു. അത്ഭുതം, മഹാത്ഭുതം. കൈ പൂർവോപരി ഭംഗിയും ആരോഗ്യവുമുള്ളതായി മാറി. ഹദീസിൽ കാണാം, ആ യുദ്ധത്തിൽ തന്നെ കൈകൊണ്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ തന്നെ വീണ്ടും ആ കൈകൊണ്ട് യുദ്ധം ചെയ്തു. എന്റെ പോയിന്റ് അവിടെയല്ല. യുദ്ധമെല്ലാം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, നാളുകൾ പലതും കഴിഞ്ഞുപോയി. മഹാനായ സലമത്ത് ബിൻ അക്ബഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്, ആ വീട്ടിന്റെ മുമ്പിൽ സഹാബികൾ ക്യൂവിലാണ്. സഹാബികൾ ക്യൂ നിൽക്കുകയാണ്, വരിയായി വരികയാണ് സഹാബികൾ. എവിടെ? സലമത്ത് ബിൻ അക്ബഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ. എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് അതാ തുപ്പുനീര് പുരട്ടിയ കൈയുണ്ടല്ലോ, സലമത്ത് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാണ്, സലമാ ഇങ്ങോട്ട് ഇറങ്ങി വരൂ, ആ കൈയൊന്ന് നീട്ടൂ. ലിതഖ്ബീലി യദിഹി, ആ കൈ ചുംബിക്കാനാണ്. സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ ചുംബിച്ചു ബറക്കത്തെടുക്കാനാ. റസൂലുള്ളാഹിയുടെ തുപ്പുനീര് എത്രയോ കാലം മുമ്പ് പുരട്ടിയ കൈയാണല്ലോ. അതിനെ മാനിച്ച് ബഹുമാനിച്ച് ആ അനുരാഗികൾ വന്ന് അലമാലകൾ തുറത്തുകൊണ്ട് സലമത്ത് തങ്ങളുടെ കൈയിനെ ചുംബിക്കുകയാണ്. സഹോദരങ്ങളെ, ഭ്രാന്താണ് അല്ലേ? ഞങ്ങൾ ആ ഭ്രാന്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊറ്റ മറുപടി അവരോട് പറയാനുള്ളൂ. ചില ആളുകൾക്കൊന്നും ദഹിക്കൂല. സഹാബികൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും തലക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഞങ്ങൾ ആ ബുദ്ധിമുട്ടിനെ ആഗ്രഹിക്കുന്നവരാ. നിങ്ങളുടെ ഭാഷയിൽ ആ ഭ്രാന്തന്മാരോടൊപ്പം ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുപ്പുനീര് പുരട്ടിയ ആ കൈയിനെ ചുംബിക്കാൻ മഹാനവറുകൾ വഫാത്താകുന്നത് വരെ അറിയുമോ? സലമത്ത് തങ്ങൾ അവിടെ നിന്ന് പിന്നെ താമസം മാറി മറ്റൊരു ദൂരദിക്കിൽ പോയി. ആ സ്ഥലത്തേക്കും വാഹനം എടുത്തുകൊണ്ട് ചരിത്രത്തിൽ കാണാം, വാഹനം എടുത്തുകൊണ്ട് അപ്പോഴും അവർ പ്രയാണം നടത്തിയിരുന്നു. ഹബീബിന്റെ തുപ്പുനീര് പുരട്ടിയ കൈ ചുംബിക്കാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര വലിയ അദബും എത്ര വലിയ സ്നേഹവും എത്ര വലിയ സ്നേഹസാഗരത്തിൽ അലയടിച്ച അകത്തളം ഉള്ളവരായിരുന്നു സഹാബിമാർ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അവരുടെ മനസ്സ് മുഴുവനും. പച്ചയായ മനുഷ്യന്റെ കൽബുകളിൽ ഹബീബിനോട് പ്രണയമില്ല എങ്കിലും ഹബീബിനെ അറിയാത്ത പ്രപഞ്ചത്തിൽ ഒരു വസ്തുവില്ല. പച്ചയായ മനുഷ്യന്റെ കൽബുകൾക്ക് പ്രവാചകനെ പരിചയമില്ല, അല്ലെങ്കിൽ ആ പരിചയമുള്ളതിന്റെ പ്രതിഫലനവും പ്രകാശവും പ്രണയപ്രകാശനങ്ങളും അവർ പ്രതിഷ്ഠിക്കുന്നില്ല എങ്കിലും ഹബീബിനെ പരിചയമില്ലാത്തൊരൊറ്റയാളും ഒരൊറ്റ വസ്തുവും എന്റെ പ്രിയപ്പെട്ടവരെ മന്ദമാരുതന് ഹബീബിനെ അറിയാം. എല്ലാ വൃക്ഷങ്ങൾക്കും സസ്യലതാദികൾക്കും ഹബീബിനെ അറിയാം. ഇറുമ്പുകൾക്ക് ഹബീബിനെ അറിയാം, പൂമ്പാറ്റകൾക്ക് ഹബീബിനെ അറിയാം, മാൻപേടകൾക്ക് ഹബീബിനെ അറിയാം. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഹബീബിനെ അറിയാം. ഹബീബിനോട് പ്രണയമുള്ളവരാ. നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ഗ്രാമീണൻ വരികയാ, ഒരു ഗ്രാമീണനായ സഹാബി വരികയാ. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അരിനി മുഅ്ജിസത, ഒരു മുഅ്ജിസത്ത് ഒന്ന് കാണിച്ചു തരുമോ, ഒരു അത്ഭുതം ഒന്ന് കാണിച്ചു തരൂ നബിയെ. ആരോട്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഗ്രാമീണനായ സഹാബി ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവലം തുഅ്മിൻ, എന്ത് ചോദ്യം നിനക്ക് ഇപ്പോഴും ഈമാൻ അങ്ങോട്ട് റെഡി ആയിട്ടില്ലേ? ഇനി അത്ഭുതം ചോദിച്ച് നടക്കുക. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞ മറുപടി, വലാകിൽ യത്മഇന്ന ഖൽബി, ഹൃദയത്തിലൊരു സമാധാനം കിട്ടാനാണ്, വേറൊന്നുമല്ല. ഈമാൻ ഇല്ലാത്തതൊന്നൊന്നുമല്ല. എന്റെ കൽബിൽ ഈമാനിന്റെ പ്രകാശമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു തുമൈനീനത്ത്, ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെയും മഹബത്ത് വർദ്ധിക്കുമല്ലോ, അവിടുത്തോടുള്ള മതിപ്പ് വർദ്ധിക്കുമല്ലോ, ഹൃദയത്തിന് പ്രത്യേകമായ ഒരു ശാന്തത കിട്ടുമല്ലോ. വലാകിൽ യത്മഇന്ന ഖൽബി. ദീപായ നബി തങ്ങൾ ഓർമ്മ. ആ കാണുന്ന വൃക്ഷം കണ്ടോ? ആ മരുഭൂമിയുടെ അപ്പുറത്തേക്ക് അങ്ങേയറ്റം ആറ്റത്തു നിൽക്കുന്ന, ആ ദൂരത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ അടുത്ത് പോകും. അവിടെ ആ വൃക്ഷത്തിന്റെ അടുത്ത് എന്നിട്ട് പറ, യദ്ഉക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു എന്ന് പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ആരോട്? ഒരു മനുഷ്യനോടല്ല, ഒരു മൃഗത്തോടല്ല, ഒരു വൃക്ഷത്തോടാണ് ഹബീബായ പ്രവാചകൻ പറയുന്നത്. ഈ മനുഷ്യൻ ഓടുകയാണ്. ആ അങ്ങേ അറ്റം നിൽക്കുന്ന, വിദൂരതയിൽ നിൽക്കുന്ന പച്ചപ്പിന്റെ ആ വൃക്ഷത്തിന്റെ പരിസരത്ത് പോയി അതിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, യദ്ഉക റസൂലുള്ളാഹി, റസൂലുള്ളാഹി നിന്നെ വിളിക്കുന്നുണ്ട്. വലമ്മാ സമിഅത് ഇസ്മ റസൂലില്ലാഹ്, റസൂലിനെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ, റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോൾ, ജാഅത്ലി ദഅവതിൽ അശ്ജാറു സാജിദത യംശി ഇലൈഹി ബിലാ സഖിം ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ الخلق كلهم. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ വൃക്ഷമങ്ങ് കടന്നു വരുന്ന അത്ഭുതം കണ്ട് തരിച്ചുപോയി ആ ഗ്രാമീണനായ മനുഷ്യൻ. ഹബീബിനെ അറിയാത്തതാരാ? ഹബീബ് വിളിച്ചാൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഹബീബ് വിരൽ ചൂണ്ടിയാൽ രണ്ടായി പിളർക്കാത്ത ചന്ദ്രനുണ്ടോ? ഹബീബ് നിർത്തിയാൽ നിൽക്കാത്ത സൂര്യനുണ്ടോ? ഹബീബ് സമാധാനം
സമാധാനിപ്പിച്ചാൽ സമാധാനിക്കാത്ത ഏതെങ്കിലും ഒരു മൃഗമുണ്ടോ? 100 സംഭവങ്ങൾ പറയാനില്ലേ? ഒരൊറ്റ സംഭവം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. മനുഷ്യനല്ലാത്ത വസ്തുക്കൾ ഹബീബിന്റെ പ്രണയസാഗരം അലയടിച്ച് അതിൽ അത്ഭുതം സൃഷ്ടിച്ച മറ്റൊരു സംഭവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സാധാരണ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന മിമ്പർ പഴയതായി പോയി. അത് ഈന്തപ്പന മടലുകൾ കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടതായ മിമ്പറായിരുന്നു. സഹാബികളോട് ഹബീബ് പറയാണ്, നമുക്ക് പുതിയ ഒരു മിമ്പർ ഉണ്ടാക്കാം, ഇതങ്ങ് പഴയതായല്ലോ. സഹാബികൾ പറയുന്നു, എന്നാൽ നോക്കാം. ഒരു അൻസാരിയായ പെണ്ണ് കുറച്ച് തടികൾ വഖഫ് ചെയ്തു. ആ തടികളെല്ലാം കൊണ്ടുവന്ന് പഴയ മിമ്പർ പൊളിച്ചങ്ങ് മാറ്റി. പഴയ മിമ്പർ അങ്ങ് പൊളിച്ചു മാറ്റിയിട്ടു. എന്നിട്ട് ആ തടി കൊണ്ടുള്ള പുതിയ മിമ്പർ രൂപപ്പെടുത്തി ഉണ്ടാക്കി. ഉദ്ഘാടന ദിവസം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേറുകയാണ്. ആ മിമ്പറിലേക്ക് അടിവെച്ച് കേറുമ്പോൾ സുബ്ഹാനല്ലാഹ് സഹാബികൾ പറയുന്നു, ഫസമിഅനാ സൗതൻ ഹനീന, ഒരു കരച്ചിൽ ഞങ്ങൾ കേട്ടു. ഒരു കരച്ചിൽ. ഹനീന എന്ന് പറഞ്ഞാൽ സാധാരണ കരച്ചിലല്ല, ഒരു ഏങ്ങലടിച്ചുള്ള കരച്ചിൽ. തേങ്ങി കരയുക, ഒരു വല്ലാത്ത ഓർത്തോർത്ത് വിതുമ്പി കരയുന്ന ആ കരച്ചിലാണ് സൗതൻ ഹനീൻ. ഒരു വിതുമ്പിക്കരച്ചിൽ കേട്ടു. ഞങ്ങൾക്ക് അത്ഭുതമായി. വസ്ദാദൽ ഹനീൻ, ആ കരച്ചിൽ കൂടി വന്നു, കുറയുന്നില്ല, സൗണ്ട് കൂടി വരികയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസല മിൻ മിൻബരിൽ ജദീദ്, പുതിയ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ആരാണ് കരയുന്നതെന്നറിയുമോ മുഹിബ്ബീങ്ങളെ? ആരാണ് വിതുമ്പ് നിന്നതെന്നറിയുമോ? ആരാണ് ഏങ്ങലടിച്ച് കരയുന്നതെന്നറിയുമോ? പഴയ മിമ്പറായി ഉപയോഗിച്ചിരുന്ന ഈന്തപ്പനയുടെ മടലുകളാണ്. റസൂലുള്ളാഹി അവകളുടെ അരികിൽ വരുമ്പോ റസൂൽ ചോദിക്കുന്നു, മായുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് പറയൂ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് പറയൂ. ഉടൻ തന്നെ അവകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇത്ര നാൾ ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു. കാരണം 7 ആകാശവും കടന്നുപോയ അങ്ങയുടെ പരിശുദ്ധ പാദത്തെ ഏറ്റെടുക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങയുടെ വിശുദ്ധ പാദം ഞങ്ങളെ ചവിട്ടി നിന്ന സായുജ്യമുള്ള നാളുകളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ കരയുകയാണ്. ആ അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ, ആ അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ. സഹോദരങ്ങളെയും ദപ്പന മടലുകളാണ് കരയുന്നത്. പച്ചയായ മനുഷ്യനെ കൽബ് തന്നു റസൂലിനെ പ്രണയിക്കാൻ. ചെറുപ്പക്കാരാ, ഈ അടുത്ത സമയം കാസർഗോഡ് ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ടൗൺ ഭാഗത്തേക്ക് മടങ്ങിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ ഒരു വെളിച്ചത്തിന്റെ, വലിയ ഒരു വെളിച്ചത്തിന്റെ ചുറ്റും കുറെ ചെറുപ്പക്കാര് കൂടിയിരിക്കുക. വാഹനത്തിലുള്ള ചെറുപ്പക്കാരോട്, ആളുകളോട് ഞാൻ ചോദിച്ചു, അല്ല എന്താ ഈ 12 മണി 1 മണി സമയത്ത് ഈ ചെറുപ്പക്കാര് വലിയ ഒരു വെളിച്ചത്തിൽ എന്താണ് വട്ടം കൂടിയിരുന്നെന്തോ ഒച്ചയുണ്ടാക്കുന്നത്? അവരെന്നോട് പറയാൻ, ഉസ്താദേ, പ്ലെയർമാർക്കുള്ള കളിക്കാർക്കുള്ള ലേലം വിളിയാണ്. പന്ത് കളിക്കാൻ കളിക്കാര ടീമുകൾ വന്ന് ലേലം വിളിക്കുകയാണ്. പാതിരാ സമയത്ത് കളിഭ്രാന്ത് കയറി ലേലം വിളിക്കുന്നവരെ, കാൽപന്ത് കളി കാണാൻ നിസ്കാരം മുടക്കുന്നവരെ, റമദാനിലും ഒഴിവില്ലാത്തവരെ, തോന്നിവാസത്തിന് തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് പോകുന്നവരെ, അല്ലാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തുന്ന ചെറുപ്പക്കാരാ, കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം, ഇപ്പോൾ കഴിഞ്ഞ മാസം റബീഉൽ അവ്വലായിരുന്നല്ലോ. ആ റബീഉൽ അവ്വൽ മാസത്തിൽ പല ചെറുപ്പക്കാരുടെയും മുഖം വിവർണമായി പോയി, പലർക്കും വിഷമമായി പോയി. എന്താ കാരണമെന്നറിയുവോ? റസൂലുള്ളാഹിനെ ഒരു മദ്ഹ് ചൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖമല്ല, പരിശുദ്ധ ഹബീബിന്റെ ജന്മമാസത്തിൽ ഒരു മൗലിദിന്റെ സദസ്സിൽ പൂർണ്ണമായി എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചില്ലല്ലോ എന്ന ഒരു വ്യസനമല്ല.
അവരുടെ ദുഃഖം കേരളം ഫുട്ബോൾ കളിയിൽ ഫൈനൽ തോറ്റുപോയതായിരുന്നു. എന്തേ കേരളം ജയിക്കാതിരുന്നു? ഞങ്ങൾ വലിയ ആഗ്രഹിച്ച ചെറുപ്പക്കാരാണല്ലോ. ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിൽ നമ്പർ 10 അടിച്ച മെസ്സിയാണോ മോനെ? നെയ്മറാണോ? എങ്ങനെയാണ് മദീനത്തെ മണവാളൻ നിന്റെ കൽബിൽ കേറുക? എങ്ങനെയാണ് സുബഹി വരെ പ്രണയം പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ പ്രണയരേണുക്കളെ അടയാളപ്പെടുത്തുക? എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ സീരിയലിന് അഡിക്റ്റായിക്കൊണ്ട് റിയാലിറ്റി ഷോകളിൽ അടിമപ്പെട്ടുകൊണ്ട് സദാ സമയവും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും മൊബൈലിലും ഐപോഡിലും മറ്റു ടെലിവിഷനിലും സംവിധാനങ്ങളുടെയും മുമ്പിൽ നിന്ന് സമയം കളയുന്ന പെണ്ണെ, നിന്റെ അരമനയുടെ അകത്തളം അനുരാഗപൂർണമാക്കേണ്ടതിന് പകരം അശ്ലീലതകൾ കൊണ്ട് നിറക്കുമ്പോ നിന്റെ കിനാവിൽ എങ്ങനെയാണ് രാജകുമാരൻ വരിക? എങ്ങനെയാണ് മദീനത്തെ മണവാളൻ നിന്റെ വീട്ടിൽ വരിക? ഞാൻ ഓർത്തുപോവുകയാണ്, ഞാൻ മുമ്പ് പഠിച്ച പരിസരത്ത് സ്ഥാപനത്തിന്റെ പരിസരം വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷം വിനീതൻ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. ഞാൻ ഓർത്തുപോവുകയാ, ആ സ്ഥാപനത്തിന്റെ പരിസരത്ത് ഹബീബിനോട് അതിരറ്റ സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാൾ വലിയ പ്രൗഢിയുള്ള തൊഴിലുള്ള ആളല്ല, വലിയ ഹൈടെക് ഉദ്യോഗസ്ഥനല്ല. അയാൾ റബ്ബർ വെട്ടുന്ന ജോലിയാണ്. റബ്ബർ വെട്ടിയിട്ടാണ് 2 മണി വെളുപ്പിലെ 2 2:30 3 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. അങ്ങനെ പ്രഭാതത്തിന് മുമ്പ് എത്രയോ മരങ്ങളിൽ നിന്ന് റബ്ബറിന്റെ പാലെടുക്കാൻ പോകുന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ഓർക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോ തന്നെ ആ കണ്ണ് നിറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കരളലിയിക്കുന്ന സംഭവങ്ങളോ ചരിത്ര ഛായാചിത്രങ്ങളോ പറയേണ്ടതില്ല. ആ പേര് കേൾക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കേൾക്കുമ്പോ ആ കണ്ണിങ്ങനെ ഒലിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അറിയുമോ, ആ സഹോദരൻ ഒരിക്കൽ ഞാനുമായിട്ടൊരു പ്രൈവറ്റ് ബന്ധമുണ്ടായതുകൊണ്ട്, ഞാനുമായൊരു ഇന്റിമസി ഉണ്ടായതുകൊണ്ട് എന്നോട് ചില കാര്യങ്ങൾ അയാൾ തുറന്നു പറയും. ഒറ്റക്കുള്ളപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ ദുആരക്കാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഉറങ്ങുമ്പോ എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുകയാ. കരന്നുകൊണ്ട് സഹോദരൻ പറയാ, എൻ്റെ റസൂലുള്ള എവിടെ എങ്ങനെയാ കാണുന്നതെന്നറിയോ? എൻ്റെ ഹബീബ് എൻ്റെ വീട്ടിൽ വരികയാ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതാണ് സ്വപ്നം കാണുന്നത്. സഹോദരങ്ങളെ, ആ അനുരാഗി ഞെട്ടിയുണർന്നു നോക്കുമ്പോ നല്ല പരിമളമാണ്, നല്ല സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയം ആർക്ക് കൊടുത്തു? നീ സിനിമാ നടന് കൊടുത്തോ? കളിക്കാർക്ക് കൊടുത്തോ? എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് പരലോകത്തിലെത്തുക? എങ്ങനെയാണ് ഖബറിൽ റസൂലുള്ളാഹിന്റെ സമാധാനിപ്പിക്കൽ കിട്ടുക? അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കൾക്ക് നല്ല ബോധം നൽകണേ അല്ലാ. കളിഭ്രാന്തിൽ നിന്നും അവരെ നീ കരകയറ്റണേ അല്ലാ. ആ സഹോദരൻ, ആ ചെറുപ്പക്കാരൻ, സഹോദരങ്ങളെ ഒരു പോയിന്റ് കൂടി പറയുകയാ. ആ ചെറുപ്പക്കാരന്റെ സ്വന്തം വീട് ചെറിയ ഒരു വീട്. ആ വീടിനോട് ചേർന്ന് ഒരാൾക്ക് മാത്രം കയറിയിറങ്ങുകയും കടക്കാൻ പറ്റുന്ന ചെറിയ ഒരു ചെളി കൊണ്ടും ഓല കൊണ്ടും ഉണ്ടാക്കിയ ഒരു ചെറിയ പുര. ആ ഒരു പുരയിലാണ് അയാൾ കിടക്കുന്നത്. ആരെയും അതിന്റെ ഉള്ളിലേക്ക് കടത്താറില്ല. ആരെയും അതിന്റെ ഉള്ളിലേക്ക് കടത്താറില്ല. ഒരു ദിവസം ഏതോ ഒരു മുത്തഅല്ലിമ് വന്നത് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലൊരു ചാക്ക് മാത്രമാണ്. ചണത്തിന്റെ ചാക്ക്, പഴയ സൈസ് ചാക്കുണ്ട്. അരിയൊക്കെ വരുന്ന ചാക്ക് ഇപ്പൊ പ്ലാസ്റ്റിക് ആണ്. മുമ്പ് ചണത്തിന്റെ ചാക്കുണ്ട്, നൂല് കോർത്തിട്ടുള്ള ചാക്ക്. എന്താ പറയുന്നത്?
അങ്ങനെയുള്ള ഗോണിയാണ് സഹോദരങ്ങളെ വിരിപ്പായി വിരിച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് പറയാൻ നമുക്ക് അർഹതയുണ്ടോ? എങ്കിലും അനുരാഗം പറയുന്ന സദസ്സായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനും മനസ്സും ജീവിതവും കൊടുത്ത ധാരാളം ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട് എന്ന് നാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ സഹോദരനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു സംഭവം വിരിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇവിടെയല്ലയോ കിടക്കുന്നത്? ഒരു കട്ടിലിട്ടാലെന്താ, ഒരു ബെഡ് ഉപയോഗിച്ചാലെന്താ, ഒരു തുണിയുടെ വിരിപ്പിട്ടാലെന്താ? നിങ്ങളുടെ പുറം നോവുകയില്ലേ? നിങ്ങൾക്ക് അസ്വസ്ഥതയാവുകയില്ലേ? നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവുകയില്ലേ? ഇതങ്ങ് പറയുമ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ ഹബീബ് മെത്തയിൽ കിടന്നിട്ടില്ല, എന്റെ റസൂല് അങ്ങനെയുള്ളൊരു വിരിപ്പ് ഉപയോഗിച്ചിട്ടില്ല. നഫസീല് ഹേ നമഹൽ സറാ തേര ഫർഷ് ഹേ വഹി ഭൂരിയാ. ഹബീബിന്റെ ശരീരത്തെ ഈന്തപ്പന മടലുകളിൽ ഓലകളിൽ കിടന്നതിന്റെ പാട് കാണാമായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഞാനെങ്ങനെ ബച്ചയിൽ കിടക്കുമെന്ന് ആരൊരാര് ചോദിക്കുമ്പോ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ കിടക്കാനല്ല. കിടക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കാനെങ്കിലും നമ്മുടെ മനസ്സ് പക്വതപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ ഹബീബിനോടുള്ള പ്രണയം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങളെ ഒന്ന് ആസ്വദിക്കാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബുകൾക്ക് ത്വാഖത്ത് നൽകണേ അല്ലാ. കണ്ട ഇമാമിയങ്ങൾ എത്രയാ, കണ്ട ഔലിയാക്കന്മാർ എത്രയാ, പ്രവാചകൻ സ്വപ്നത്തിൽ നിന്ന് ദർശനം നൽകിയ ആളുകൾ എത്ര അത്ഭുതങ്ങൾ പറയാനുണ്ട്. സമയം പോരാ, മറ്റൊരു സമയത്തിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബിന്റെ ചാരത്തേക്ക് ഒരു സ്വലാത്ത് ഉറച്ച്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു ചെറിയ ദുആ നമുക്ക് ചെയ്യാം. എല്ലാവരും ഉള്ള സീറ്റിൽ മോനെ എഴുന്നേൽക്ക്. എല്ലാ ആളുകളും പുറത്തുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് സീറ്റുകളിലേക്ക് ചെറിയ സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു, അൽഹംദുലില്ലാ, കുറച്ചുകൂടെ മുമ്പോട്ടിരുന്നു. അടുത്ത വർഷം വരുമ്പോ, അതായത് 2 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, അടുത്ത വർഷം വരുമ്പോ നല്ല റാഹത്ത്, ഒന്നും കൂടി നല്ല ഉഷാറായി പ്രൗഢിയാകണമെന്നൊക്കെ. അൽഹംദുലില്ലാ, ഉദ്ദേശിച്ചതിനേക്കാളും നല്ല റാഹത്തായി പോയി സദസ്സ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു റാഹത്ത് നൽകുമാറാകട്ടെ. നല്ല ആത്മീയമായ വളർച്ചയും ഉയർച്ചയും ഉന്നതിയും അല്ലാഹു ഈ നാട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും പരിസരവാസികൾക്കും ഇതുമായി ബന്ധപ്പെടുന്നവർക്കും സഹായികൾക്കും സഹകാരികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളും ഒന്ന് അടുത്തിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഒരൽപ്പം സ്വലാത്ത് ചെല്ലണം. കാരണം മഹബ്ബത്ത് പറഞ്ഞ സദസ്സാണ്. എവിടെ എപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സാധൂകരിച്ച് തരുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. ഏത് ദുആഇനാണ് ഇജാബത്ത് എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഹബീബിന്റെ മഹബ്ബത്ത് പറയുന്നിടത്ത് ധാരാളം മലക്കുകൾ ഉണ്ടാകും, അത്ഭുതങ്ങളും ആത്മീയ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യത്തെ ആരും നഷ്ടപ്പെടുത്തരുത്. ഒരാളും ദുആ പൂർണ്ണമായി കഴിയാതെ ഈ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോകരുത് എന്ന് നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരൊറ്റയാളും നിൽക്കരുത്. ആ ചെയറുകളിലേക്ക് പരിസരത്തുള്ള ആളുകളൊക്കെ കടന്നിരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ ആളുകളും നല്ല മനസ്സോടെ ഒരു സ്വലാത്ത്. അന്ത ശംസുൻ അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറു ഫൗഖ നൂരി أنت يكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا يا نور عيني
مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي يا نبي سلام عليكم يا رسول